ജയൻ സാർ തന്നെ അഭിനയിച്ച ദീപം എന്ന് പറയുന്ന സിനിമ അന്ന് കേരളത്തിൽ പല തിയേറ്ററുകളിലും കളിക്കുന്നുണ്ട്. ആ തിയേറ്ററിൽ ഈ സിനിമയുടെ ഇടയിൽ ഒരു സ്ലൈഡ് ഇടുകയാണ് ചെയ്തത്. മരണവാർത്ത തിയേറ്ററിൽ അറിയിച്ചുകൊണ്ട് തിയേറ്ററിൽ അന്ന് സ്ലൈഡ് ഇടാമല്ലോ. ദീപം എന്ന് പറയുന്ന സിനിമ കളിക്കുന്ന തിയേറ്ററുകളിൽ സ്ലൈഡ് ഇട്ടു. കണ്ടോണ്ടിരിക്കുക സ്ക്രീനിൽ അത്രയും വലിയ ഹീറോയിക് ആയിട്ട് സിനിമ കാണുന്നതിനിടയിൽ ഒരു സ്ലൈഡ് വന്നു, ഇന്നയാള് മരിച്ചുപോയി എന്നുള്ള രീതിയിൽ. പിന്നെയും നമ്മൾ ഈ റഫർ ചെയ്ത ബുക്കുകളിലൊക്കെ കാണുന്നത് വിദേശത്തു നിന്നൊക്കെ ഉൾപ്പെടെ ദിവസങ്ങളോളം കത്തുകളും കാര്യങ്ങളും ഒക്കെ. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഒന്നുമില്ല. ജനങ്ങൾ അവരുടെ ഒരു സ്നേഹം കാണിച്ചത് ഒരുപാട് കത്തുകൾ എഴുതിയിട്ടും പോസ്റ്റ് കാർഡ്സും പിന്നെ തുറന്ന അഭ്യൂഹങ്ങളായിരുന്നു. അതെ, അതായിരുന്നു എന്റെ ഓരോരുത്തർ സ്വന്തമായിട്ട് കഥ മെനഞ്ഞ് ഒരുപാട് കഥകൾ, പിന്നെ എപ്പിസോഡുകൾ ഉണ്ടാക്കി. ഇത് കൊന്നതാണ്. അല്ല, എല്ലാവരെയും പറഞ്ഞു. ആദ്യം ബാലങ്കനായിരുന്നല്ല പറഞ്ഞത്, നസീർ സാറിന്റെ ഗൂഢാലോചനയാണെന്നോ. സത്യ. അയ്യോ, അതാണ് ആദ്യത്തെ കഥ വന്നത്.